കുറവാനായിട്ട് വരികയും ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണമാണെന്നറിയാം. നമ്മുടെ ഇടവകയിൽ ഇന്ന് 29 കുട്ടികളാണ് ആഘോഷമായിട്ട് സ്വീകരിക്കുന്നത്. ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസത്തിലേക്ക് അർപ്പിക്കാം. പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും പ്രകടനമാലപിക്കാനായി നിങ്ങൾ എഴുന്നേൽക്കും.
ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തന്റെ മാംസം നൽകാൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല. മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിൽ വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുന്നു. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ഇത് പറഞ്ഞത്. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തന്റെ ശിഷ്യന്മാർ പെറുപെറുക്കുന്നു എന്ന് മനസ്സിലാക്കി ഈശോ അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോപണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവരാരെന്നും ആദ്യം മുതൽ അവൻ അറിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട അധികാരിച്ച ഇവിടെ കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കുവാനായിട്ട് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ജോസഫിനച്ച, പ്രിയമുള്ള വൈദികരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സൺഡേ സ്കൂൾ എച്ച്എം, പരിശീലിപ്പിച്ച പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ, കുടുംബാംഗങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇന്ന് ചെറുപ്പത്തില ഇടവകൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ 29 കുടുംബങ്ങളിൽ ഈ കുഞ്ഞുമക്കളിലൂടെ ജീവിക്കുന്ന ഈശോ കടന്നു വരുന്നു. കുഞ്ഞുങ്ങൾ മാത്രമല്ല, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ട്. ഇവിടെ ആരും ദുഃഖിച്ചിരിക്കുന്നത് കാണുന്നു. കാരണം അവരുടെ ഏറ്റവും വലിയ സന്തോഷം ആഘോഷമായിട്ട് ഈശോയെ ഇന്ന് സ്വീകരിക്കുന്നു. 2, ഇന്നലെ ആദ്യമായിട്ട് ജീവിതത്തിലെ കുമ്പസാരമെന്ന കൂദാശ സ്വീകരിച്ച് ശരീരത്തെയും മനസ്സിനെയും നവീകരിച്ച് സന്തോഷത്തിന്റെ നിർവൃതിയിലാണ് ഈ മക്കളെ ആയിരിക്കുന്നത്. വലിയ കൃപയിലായിരിക്കുന്ന സമയമാണ് ഈ കുഞ്ഞുങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം, എന്നും ഈ ആത്മീയ നിറവ് ഈ മക്കൾക്ക് ഉണ്ടാകുക. മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കുക, ഈ ആത്മീയപാല സ്വീകരണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്നും ഈ സന്തോഷത്തോടെ ജീവിക്കാൻ, അത്താഴയോട് ചേർന്ന് ജീവിക്കുവാൻ, കുമ്പസാരത്തോടിനോട് ചേർന്ന് ജീവിക്കുവാൻ ഇവർക്ക് വിശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പറ്റിയ വലിയ കാര്യങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ബലിവേദിയോട് കെട്ടപ്പെട്ട് കിടക്കാം, കുമ്പസാരക്കൂട്ടിൽ അറിയുവാനായിട്ട് ഇവർക്ക് വിശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശക്തമായ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഈ 2 വാക്കുകൾ ഞങ്ങളുടെ ഓർമ്മിപ്പിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു കാര്യം, പൊട്ടിക്കരയുവാനായിട്ട് ഒരു കുമ്പസാരക്കൂടുമുണ്ടെങ്കിൽ നിന്റെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം ബലമുള്ളതായിരുന്നു. ഈ 2 അവകാശങ്ങളാണ് ഇന്ന് തിരുസഭ ഈ മക്കൾക്ക് സമ്മാനിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ സന്തോഷപ്രദമായിട്ട് അലങ്കരിക്കപ്പെട്ട നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മാതാപിതാക്കന്മാരോട് ചേർന്ന്
വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത അത് ഈശോയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഒരാൾ എഴുന്നള്ളി വരുന്നുണ്ട്. ആരാണത്? ഞാൻ ഏതാനും കുട്ടികളോടൊക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ മുറിയുടെ അടുത്ത് ഒരു പരിശീലനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങളോട്, ആരാ വരുന്നത്? ആരാ? പറഞ്ഞ ഉത്തരം ഈശോ. ആരാ വരുന്നത്? ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈശോ വരും. അതാരാ ഈശോ? വീണ്ടും ചോദിച്ചു ഈശോ. ചിലർ പറഞ്ഞു പാപമോചിക്കുന്നവൻ എന്നൊക്കെ പല ഉത്തരങ്ങൾ. അതിനിടയിൽ ഞാൻ ചില സംഭാഷണങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് മുറിയിൽ നിന്ന് കേട്ടു. അവരുടെ കലവറച്ചിലാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏതാനും തരം ആരാണെന്ന് അന്വേഷിക്കാനും പോകണ്ട. അവർ സൂപ്പർമാനെ കുറിച്ചാണ് പറയുന്നത്. ഈശോ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അനുഗ്രഹത്തിന്റെ ദിനങ്ങളാണ്. അതിനെ സാമർത്ഥ്യത്തിന്റെ ദിനങ്ങളാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. പലപ്പോഴും നമ്മുടെ ലോകത്തൊന്നുമില്ല. ആഘോഷങ്ങൾ കടന്നുപോയി അനുഗ്രഹത്തിന്റെ ദിനങ്ങളെ സാമർത്ഥ്യത്തിന്റെ ദിനങ്ങളാകുന്ന പല കുടുംബങ്ങളുണ്ട്. ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് മക്കളാണ്. ഈ മക്കളെ ദൈവവിശ്വാസത്തിന്റെ വർദ്ധിക്കാൻ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ അക്കാര്യങ്ങളോട് ചെയ്യുക. ഞാൻ പള്ളി പോകുന്നത് പോലെ വരുവരുകൂടെ, ഞാൻ പള്ളി പോകുന്നത് പോലെ വരുവരുകൂടെ. അധ്യാപകരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? ഉപസാരിക്കണം. നമ്മൾ അന്വേഷിക്കണം. എന്റെ മകന് 15 ദിവസം കൂടുമ്പോൾ, മകൾ 15 ദിവസം കൂടുമ്പോഴെങ്കിൽ കുമ്പസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മയ്ക്കും സമയത്തെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കും. നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് അത്. നമ്മൾ അവരെ കരപിടിച്ച് അവരെ നമ്മളെ നിർബന്ധിക്കും. അതുകൊണ്ട് ഇതിന് അനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ. ഈ കുഞ്ഞുങ്ങളിൽ നിന്നും അനുകൂലമായ കാലാവസ്ഥയ്ക്കും സ്വർണ്ണമായ ഒഴുക്കും സുഭിക്ഷമായ വർഷത്തിനും ലോകങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക
ജീവന്റെ വഴിയെ ചരിക്കും. ഈശോ നീ എൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വർലോകമാകും. ഈശോ നീ എൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും. തിരുമാ
നിങ്ങൾ എന്താഗ്രഹിക്കുന്നു? ഉത്തരീയ സഭയിൽ നിങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർമ്മലനാഥിയുടെ പ്രത്യേക സംരക്ഷണത്തിന് അടയാളമായ ഉത്തരീയം ഭക്തിപൂർവ്വം ധരിക്കുവാനും ജീവിത വിശുദ്ധിയിൽ നിലനിൽക്കുവാനും ദൈവമാതാവ് നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഉത്തരീയ സഭയുടെ അംഗങ്ങളായി നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും കർമ്മലനാഥിയുടെ സംരക്ഷണവും നിങ്ങളെ നേർവഴിക്ക് നയിക്കട്ടെ. ഈ ഉത്തരീയം നിരന്തരം ധരിക്കുകയും വിശുദ്ധരായി ജീവിക്കുകയും ചെയ്യുക.
പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹ